വ്യൂ കാണിച്ചുകൊണ്ട് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെസ്ഫ വ്ലോഗ്സ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് കരുനാഗപ്പള്ളിയിലെ പുതിയ ഷോറൂമിലോട്ടാണ്, വെഡ്സ് ഇന്ത്യ. സോ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കാരണം വെഡ്സ് ഇന്ത്യയുടെ വീഡിയോ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ഒരു വെഡ്സ് ഇന്ത്യയുടെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാവേ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ കരുനാഗപ്പള്ളിയിലെത്തി. അപ്പോൾ കരുനാഗപ്പള്ളിയിലാണ് ഈ ഒരു ഷോറൂം ഉള്ളത്. നമ്മുടെ രശ്മിക മന്ദാനയായിരുന്നു വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് വെഡ്സ് ഇന്ത്യയുടെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവർക്കും കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അതിനൊന്നും തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞങ്ങൾ വെഡ്സ് ഇന്ത്യയുടെ ആ വെളിയിൽ തന്നെയായിട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്സ് ഇന്ത്യ. ഓക്കെ, ഇവിടെ കയറി വരുന്ന ഉടനെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ സെല്ല ഫാഷൻ്റെ കിഡിലൻ ജിമിക്ക കളക്ഷൻസ് ആണ്. ഒന്നും പറയാൻ വയ്യ കേട്ടോ, അത്രത്തോളം കിഡിലാണ്. എന്തെടുക്കണമെന്ന് അറിയാത്ത കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഞാനൊരു ഓക്സിഡൈസ് ജിമുക്ക എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കി. അതാണ് കേട്ടോ എൻ്റെ കാതിൽ കിടക്കുന്നത്. നല്ല വിലക്കുറവിൽ കിഡിലൻ ജിമുക്ക കളക്ഷൻസാണുള്ളത്. വിലക്കുറവെന്ന് പറയാൻ കാരണം ഞാൻ പല ഷോപ്പിലും പോകാനുള്ളതാണ്. അപ്പം പലയിടത്തുനിന്നും ജിമിക്കാസ് ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും നല്ല വിലക്കുറവിൽ വെറൈറ്റി കളക്ഷൻസ് എനിക്ക് കാണാനായിട്ട് പറ്റിയത്. ഓക്കെ, പിന്നെ ഇവിടെ നല്ല റിങ്സുകളുണ്ടായിരുന്നു, നല്ല വിലക്കുറവിന് നല്ല കിഡിലൻ റിങ്സുകൾ. അതേപോലെ തന്നെ ഇവിടെ റെൻ്റൽ ഓർണമെൻറ്റ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാവേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റംസ് കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ഫില്ലാക്കി കളയും. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടും കിഡിലൻ രീതിയിൽ അവരുടെ സ്റ്റാഫ്സും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഇനി ഡ്രസ് സെക്ഷനിലോട്ട് പോവുകയാണ്. സോ ഇവിടുത്തെ ഫ്രണ്ട് ആ ഒരു ആദ്യത്തെ ഫ്ലോറിലെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ വ്യൂസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കയറുന്ന ഉടനെയാണ് സെല്ല ഫാഷൻ ഉള്ളത്. സോ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല കിഡിലനായിട്ട് നല്ലൊരു ഡിസ്പ്ലേ ഒക്കെ കാണാനായിട്ട് സാധിച്ചു. ആൻഡ് ദെൻ ഈ സെല്ല ഫാഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഹാൻഡ് ബാഗ്സും അതേപോലെ സാൻഡൽസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ല കിഡിലൻ ഒരു ഷോപ്പുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ ടോട്ടലി കൺഫ്യൂഷനാണ് എന്ത് വാങ്ങണം എന്നുള്ളതിൻ്റെ. കാരണം ഈ സെല്ല ഫാഷനിലാണെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ സാൻഡൽസിൻ്റെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എന്താ പറയുക, ആ ബ്രൈഡൽസിനൊക്കെ പറ്റിയ കിഡിലൻ സാൻഡൽസാണ് കേട്ടോ ഉള്ളത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ ഹാൻഡ് ബാഗ്സ് എന്നൊക്കെ പറയുമ്പോൾ 400 സംതിങ് ആണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നതിന്. നല്ല കിഡിലൻ സംഭവമായിരുന്നു. കളറല്ലേ കാണാനായിട്ട്, നല്ല കളർ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലതായിട്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കുറച്ചും കൂടി കിഡിലൻ വെറൈറ്റി ഹാൻഡ് ബാഗ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുവേ. പിന്നെ അതായത് ബ്രൈഡൽസിന് പറ്റിയ സാൻഡൽസ്, ഹാൻഡ് ബാഗ്സ് ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല ബാഗുകളും ഉണ്ടായിരുന്നു, നല്ല ലോ റേറ്റിന് തന്നെ. അപ്പം ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ട് നല്ല കിഡിലൻ ഷോപ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് സാരി സെക്ഷനിലോട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഞങ്ങൾ പിന്നീട് വന്നിട്ട് നേരെ വന്ന് സാരി സെക്ഷനിലാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സാരീസൊക്കെ 1000 എബോ ഉള്ള സാരീസാണ് കേട്ടോ. ലോ റേറ്റ് സാരീസ് ഉണ്ട്, നല്ല ഹൈ റേറ്റ് പട്ട് സാരികളും അവൈലബിൾ ആണ്. ഞാൻ വന്ന് നിന്നത് ഈ 1000 എബോ ഉള്ള ആ സാരി കളക്ഷൻസിൻ്റെ അവിടെയാണ്. ഇപ്പുറത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് എന്താ പറയുക, നല്ല കിടിലൻ കുറച്ചും കൂടി റേറ്റ് കൂടിയ പട്ട് സാരീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ കാണിച്ച സാരിക്ക് 1895 റുപ്പീസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ തന്നെ എബവ് 1000 വരുന്ന സാരി കളക്ഷൻസാണ്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ബോർഡറൊക്കെ ആയിട്ട് ഒരു വെഡിങ് ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, കസിൻസൊക്കെ ഒരേപോലത്തെ സാരീസൊക്കെ വെയർ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനത്തെ സാരീസൊക്കെ എടുത്താൽ നല്ലതായിരിക്കും. എബവ് 1000 ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അതിൻ്റെ തന്നെ മറ്റൊരു കളറാണ്. കൊള്ളാം, കണ്ടില്ല ഇങ്ങനെ നമുക്ക്, അതായത് അറിയാലോ എല്ലാവരും ഒരേ ടൈപ്പ് സാരീസൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് നല്ലതായിരിക്കും. ഇതൊരു 2000 എബവ് റേഞ്ച് വരുന്ന ഒരു സാരിയാണ്. ഇതും നല്ലൊരു പച്ചക്കളർ സാരി ആയിരുന്നു. പിന്നെ ഇത് വന്നിട്ട് കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കുള്ള സാരി ആയിരുന്നു കേട്ടോ. അതാ ഞാൻ ഈ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പോലത്തെ ഒരു സാരി. എൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ഞാനും ജസ്റ്റ് ഒന്നെടുത്ത് വെച്ച് നോക്കി. അപ്പം
പോരാ എന്നെനിക്ക് തോന്നി. കാരണം ആ കളറായിരുന്നു, സാരി കൊള്ളായിരുന്നു, വെയ്റ്റ്ലെസ് ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ആ കളറ് എനിക്കും ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ഉമ്മിക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഈ ഒരു കളർ സാരി കണ്ടു. പിന്നെ വന്നിട്ട് ഈ സാരി കൊള്ളായിരുന്നു കേട്ടോ. ഈ സാരിക്ക് ഐ തിങ്ക് 2000 1000 എബവ് ആയിരുന്നു റേറ്റ് വന്നിട്ട്. എനിക്ക് തോന്നുന്നു 1000 എബോ ആണെന്ന് തോന്നുന്നു. എനിക്ക് റേറ്റ് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ മുന്താണി വർക്കും അതിൻ്റെ ബോർഡർ വർക്ക്, ബോഡി വർക്ക് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഇതാണ് നമ്മുടെ സാരി ഫ്ലോറിൻ്റെ ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. എല്ലാ ടൈപ്പ് സാരീസും ഉണ്ട്. കോട്ടൺ സാരീസ്, ഫാൻസി സാരീസ്, പിന്നെ ഹൈ റേറ്റിനുള്ള സാരീസ്, വെഡിങ് സാരീസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ വന്നത് മെൻസ് സെക്ഷനിലാണ്. ഇവിടെ വന്നിട്ട് ടീഷർട്ട്സൊക്കെ നോക്കിയപ്പം ഓക്കെ റേറ്റൊക്കെ കുറവുണ്ട്. ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ വേഷ്ടിക്ക് വന്നിട്ട് 600 and something ആയിരുന്നു കേട്ടോ റേറ്റ് കൊടുത്തിരുന്നത്. കൊള്ളായിരുന്നേ. പിന്നെ ഇത് 500 and something റേറ്റൊക്കെ വരുന്ന ടീഷർട്ട്സാണ്. 300 and something ഇതുണ്ട്, 500 and something ഉണ്ട്. അപ്പം അതൊക്കെയാണ് എൻ്റെ മോന് ട്രയൽ റൂമിൽ പോയ സമയത്ത് ഞാൻ എടുത്തതാണ് ഈ ടീഷർട്ട്സിൻ്റെ വ്യൂസൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ഇതിൻ്റെ സൈഡിലായിട്ട് ട്രയൽ റൂമൊക്കെ ഉണ്ട്. ട്രയൽ റൂംസൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾക്കെല്ലാം തന്നെ നല്ലതായിട്ട് തന്നെ ഇട്ട് നോക്കാം. ഇത് പാൻസിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇത് വെഡ്ഡിങ്ങിൻ്റെ ഇതാണ്. അപ്പോൾ ഈ ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അകത്ത് കിടന്നതാ ഇതും എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോഴേ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ മോൻ അടുത്ത ഡ്രസ്സും എടുത്ത് ട്രൈ ചെയ്യാൻ പോയ സമയത്ത് വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞ് അതേ ടീഷർട്ട്സിൻ്റെ സെക്ഷനിൽ തന്നെ വന്നു. കൊള്ളാം. ടീഷർട്ട്സിൻ്റെയൊക്കെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നേ. ഇത് പിന്നെ ബേബീസിൻ്റെ സംഭവമാണ്. മെൻസ് സെക്ഷനിൽ തന്നെയാണ് ബേബീസിൻ്റെതുള്ളത്. അതൊരു സെക്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലോറിൽ തന്നെയാണ് രണ്ടും ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അബവ് 1000 2000 റേഞ്ച് വരുന്ന ആ ഒരു ഫ്രോക്കായിരുന്നു ഇത്. പക്ഷേ പാർട്ടി വെയറാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കോട്ടിലുള്ള ആ പൂവിൻ്റെ ഇതും അതേപോലെ തന്നെ ആ നെറ്റ് വർക്ക്, അതിൻ്റെ താഴോട്ടുള്ള ആ ഒരു വർക്ക് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതൊരു റെഡ് കളറാണ്. ഇതും പാർട്ടി വെയറാണ്. അബവ് 1000 തന്നെ റേറ്റ് വരുന്ന ഒരു പാർട്ടി വെയർ ഫ്രോക്കാണിത്. സംഭവം ഇതും കൊള്ളായിരുന്നു. കുഞ്ഞു കുട്ടികൾ, നല്ല ബബിൾ കുട്ടികൾ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടിച്ചാടി തുള്ളി നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം റെഡ് കളറും കൂടിയാണ്, അതൊരു പ്രത്യേക അട്രാക്ഷനും കൂടിയാണ്. ഈ ഒരു ഫ്രോക്കും നല്ല രസമുണ്ടായിരുന്നു. ഇത് വീഡിയോയിൽ കറക്റ്റ് കളർ കിട്ടിയിട്ടില്ല, പക്ഷെ നല്ല കളർ ഫ്രോക്കാണ്. ഇതൊരു മോഡേൺ നല്ല എന്താ പറയണേ നല്ല രസമുള്ളൊരു ഫ്രോക്കായിരുന്നു. കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല ബേബി ഫ്രോക്സുകളും കുട്ടികൾക്കുള്ളതിൻ്റെ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കൊള്ളാം. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് ബേബീസിൻ്റെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മെൻസിനെക്കാട്ടി നല്ല കളക്ഷൻസ് ബേബീസിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ ചുരിദാർ സെക്ഷനാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലോറിലാണ് ചുരിദാറിൻ്റെ ഇതുള്ളത്. അടുത്ത ഡിസ്പ്ലേയിൽ കിടക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടത് ഡിസ്പ്ലേയിൽ കടന്നതിൽ ഇതായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഈ ഒരു വെഡ്ഡിങ് സംഭവം എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഷോള്, അതിൻ്റെ ആ ഒരു സ്കേർട്ട്, കളർ കോമ്പിനേഷനൊക്കെ ഉഗ്രനായിരുന്നു. ഇതൊരു ഷെറാറ മോഡലാണ്. അപ്പം ഇതിൻ്റെ ഷോള് അതെല്ലാം ഉൾപ്പെടെയായിട്ട് ഐ തിങ്ക് 4000 സംതിങ് ആണെന്ന് തോന്നുന്നു റേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഷോളൊക്കെ നല്ല കിഡിലനായിരുന്നു. അറ്റത്ത് വന്നിട്ട് ആ ഒരു ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ട് കൊള്ളായിരുന്നു കേട്ടോ. സംഭവം കൊള്ളായിരുന്നു. അതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ലതായിരുന്നു. ഇത് ഇടുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഓക്കെ ആയിരിക്കും. ഇത് വന്നിട്ട് ഈ ഒരു എണ്ണത്തിന് എനിക്ക് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നി. അബവ് 1000 ആയിരുന്നു. ആ നീലയുടേത് അത്രയും വൃത്തിയായിട്ട് തോന്നിയില്ല. ദെൻ ഡിസ്പ്ലേയിൽ കിടന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ 999 ആയിരുന്നു അടുക്കി വെച്ചിരുന്നത്. കുറഞ്ഞതൊക്കെ കാണാം, ഞാൻ നോക്കിയില്ല. ഇത് ഞങ്ങൾ വന്നിട്ട് ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ബില്ലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സാധനങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിൽ നിന്നാണ് എടുത്തത്. സോ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കുഴപ്പമില്ല, നല്ലൊരു കട തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ തന്നെ ഉണ്ട്. സോ അപ്പോൾ ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.